ത്യാഗത്തിന്റെയും ഐക്യത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ ഓർമ്മയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണ് ബക്രീദ്. ഇബ്രാഹിം നബിയുടെ ത്യാഗം അനുസ്മരിക്കാൻ മൃഗബലി ചടങ്ങ് ബലിപ്പെരുന്നാൾ ദിനത്തിൽ വിശേഷമാണ്. എല്ലാ പള്ളികളിലും വിശേഷാൽ പ്രാർത്ഥനകളുമുണ്ട്. ആലംകോട് മുസ്ലിം പള്ളിയിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നടന്നു. ചീഫ് ഇമാം കുമ്മനം നിസാമുദ്ദീൻ അസ്കരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. വളരെ ശ്രേഷ്ഠമായ ബലിപെരുന്നാൾ സുദിനം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. വിശ്വാസികൾ വളരെയേറെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് നിലകൊള്ളുന്നത്. മഹാനാകുന്ന ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ത്യാഗോച്ചരമാകുന്ന സ്മരണകളെ അയവിറക്കുന്നതാകുന്ന വേളയാണ് ബലിപെരുന്നാൾ സുദിനം. വിശ്വാസികളാകുന്ന മോമിനീങ്ങൾ ഈ സുദിനത്തിൽ ധാരാളം സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നു. രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരാനന്തരം പുത്തൻ വസ്ത്രം ധരിച്ച് അത്തർ പൂശി പള്ളിയിലേക്ക് വന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് അനുധാവനം ചെയ്തുകൊണ്ട് മൃഗങ്ങളെ ബലിദാനം നടത്തുന്ന വളരെ ശ്രേഷ്ഠമായ അമലാണ് ഇന്നത്തെ സുദിനത്തിൽ ചെയ്യുന്നത്. ഈ ബലിദാനത്തിലൂടെ വലിയ സന്ദേശമാണ് മഹാനവറുകൾ നമുക്ക് കൈമാറി തരുന്നത്. ഇസ്ലാം കൈമാറുന്ന ആശയം അത് തന്നെയാണ്. സാധുക്കളായ ആളുകളെ സഹായിക്കുകയും ഇല്ലാത്തതാകുന്ന വ്യക്തികൾ, വിശക്കുന്നതാകുന്ന ആളുകൾക്ക് അവരുടെ വിശപ്പും ദാഹവും മാറ്റുവാൻ ഉപകരിക്കത്തക്ക വിധത്തിൽ ഭക്ഷണം പാചകം ചെയ്തും പച്ചയായ മാംസം അവർക്ക് നൽകിയും അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ജനങ്ങളെ അരികുവൽക്കരിക്കപ്പെടുന്നതാകുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഉദ്ഘോഷിക്കുകയാണ്. ഇത്തരത്തിൽ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞതാകുന്ന ദിവസങ്ങളിൽ നേടിയെടുത്ത ദുൽഹിജ്ജയുടെ 1 മുതൽക്ക് 10 ദിവസങ്ങൾ വരെ നേടിയെടുത്തതാകുന്ന ആത്മീയമാകുന്ന പ്രഭകൾക്ക് നഷ്ടം സംഭവിക്കാതെ ഈ ദിവസത്തിൽ ധാരാളം സുഹൃതങ്ങളിലായി നിലകൊള്ളുവാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് സാധുക്കളായ ആളുകളെ സഹായിക്കുക. അതുപോലെ തന്നെ നിരാലംബർക്ക് അവലംബമാകുക, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുക. ഇത്തരണത്തിൽ വിശ്വാസികളാകെ നമുക്കെല്ലാവർക്കും പ്രത്യേകമായി ഒന്നിച്ച് ദുആ ചെയ്യാം. സമൂഹത്തിൻ്റെ മാനവികതയ്ക്ക് വേണ്ടിയും സമൂഹത്തിൽ ആത്മീയമാകുന്ന നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരെയും അനുസ്മരിക്കുന്നു. പ്രത്യേകിച്ച് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും അനുസ്മരിക്കുന്നു. അല്ലാഹു അവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. HP News 24/7. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ. ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. നമ്മുടെ 2 കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ്. പ്രായമേറുന്തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ഒപ്പം ഞങ്ങളെയും. പക്ഷേ മോളുടെ വിവാഹത്തിന്റെ ആദ്യ ലെറ്റർ നിനക്കാണ്. നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു. അച്ഛാ, എങ്ങനെയുണ്ട്? വാത്സല്യത്തിന്റെ മാധുര്യം, അകലങ്ങളിലെ അടുപ്പം. പൂജ ഗ്രൂപ്പ്, കൊല്ലം, ആറ്റിങ്ങൽ.